മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പഴംപൊരി, പൊക്കവട, അതുപോലെ ഉള്ളിവട, നെയ്യപ്പം, ഉണ്ണിയപ്പം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഈ പ്രത്യേകിച്ച് റോഡ് സൈഡിലാണെങ്കിലും ചെറിയ ചെറിയ കടകളിൽ അതുപോലെയുള്ള എല്ലാ ചായക്കടകളിലൊക്കെ ഇപ്പം നല്ല ഒരു 3 മണി ആയി കഴിഞ്ഞാൽ തന്നെ നല്ല ചായക്കടികൾ, അതായത് നമ്മൾ എണ്ണക്കടികൾ നല്ല പോലെ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്നിവിടെ വീട്ടിലുണ്ടാക്കുകയാണ്. വീട്ടിൽ നമ്മൾ എണ്ണക്കടികൾ, അതായത് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ പഴംപൊരി, പൊക്കവട അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് 4 മണി പലഹാരം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാം അല്ലേ? ഇപ്പം എന്താ ഇപ്പോൾ ഉണ്ടാക്കുക? നമ്മൾ പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരി ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം? പഴംപൊരി, പിന്നെ ഇപ്പം പഴംപൊരി മാത്രം വേറെ എന്തെങ്കിലും ഒന്നും കൂടി ഉണ്ടാക്കാമല്ലേ നമുക്ക്? പിന്നെ പഴംപൊരി ഇപ്പോൾ ഒരു പൊക്കവടി കൂടി ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് 4 മണി പലഹാരം അപ്പോൾ എന്തായാലും ഉണ്ടാക്കല്ലേ. എന്നാൽ പിന്നെ നമുക്ക് പഴംപൊരി പൊക്കവടി ആവട്ടെ, അങ്ങനെയാണ് പറഞ്ഞത്. ഏതായാലും നേന്ത്രപ്പഴം അത് കടയിൽ പോയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടിട്ടെ. പിന്നെ നേന്ത്രപ്പഴം അത്യാവശ്യം നല്ല വിലയുള്ള സമയമാണ്. അപ്പോൾ അധികം വേണ്ട, കുറച്ച് മതിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്ക് വെള്ളമല്ലേ. അപ്പോൾ നമുക്ക് പൊക്കവട ഉണ്ടാക്കാനും അതുപോലെ പഴംപൊരിക്കുള്ള ഒക്കെ ഇവിടെ ഉണ്ട്. പഴവും അതുപോലെ ഉള്ളി, പച്ചമുളക് എല്ലാം ഇവിടെ ഉണ്ട്. അമ്മ ഏതായാലും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 മണിക്ക് ആണിത് ഉണ്ടാക്കി തുടങ്ങുന്നത്. കാരണം ഞങ്ങൾക്ക് 3 മണിക്ക് തന്നെ ചായപലഹാരങ്ങൾ അതാവുമല്ലോ. അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതാ നമ്മൾ മൈദപ്പൊടി, അത് ലേശം പഞ്ചസാരയും പിന്നെ ഇതാ നമ്മൾ മഞ്ഞപ്പൊടി അത് ചേർത്ത് നല്ലപോലെ ഇളക്കിയത്. പിന്നെ പഴം, നേന്ത്രപ്പഴം അത്യാവശ്യം നല്ല പഴുത്ത തന്നെയാണ്. നേന്ത്രപ്പഴം ഇപ്പം നല്ല വിലയാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് മുറിച്ചു നെടുക. പിന്നെ ഒന്നുകൂടി, അതായത് ഒരു പഴം കൊണ്ട് 4 എണ്ണം. കാരണം നമ്മൾ എന്ന് വെച്ചാൽ ചെറിയ ചട്ടിയല്ല, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ഇനി ഇത് മാവ് കലക്കിയതിലേക്ക് നല്ല കട്ടിയിൽ തിക്കായിട്ടാണ് മാവ് കലക്കിയത്, അതിലേക്ക് ഇട്ട് വയ്ക്കാം. എന്താ വെച്ചാൽ നമ്മൾ ചട്ടി ചെറുതായതുകൊണ്ടേ അപ്പം അങ്ങനെ മുറിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ നേരെ തന്നെ ഒരു പഴം തന്നെ അങ്ങോട്ട് നെടുക കീറാം, ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലല്ല, അപ്പം പിന്നെ നമ്മളെ സൗകര്യത്തിന് എങ്ങനെയാ വെച്ചാൽ ഷേപ്പൊക്കെ ആക്കാമല്ലോ, വലിപ്പമൊക്കെ. ഇത് നന്നാക്കി ഒന്നുണ്ട് ഇളക്കി ഇങ്ങോട്ട് ഇതാ ഇതിലേക്ക് ഒന്ന് നന്നാക്കി ഇളക്കി പിടിപ്പിച്ച് വയ്ക്കാം. അതിൽ ഈ പഴം ഒന്ന് അമ്മയ്ക്ക്, രണ്ട് പഴം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതിക്ക്, പഴംപൊരിക്ക്. നല്ല മധുരമുള്ള പഴം. ഇനി ഇതാണ്, ഇനിയിപ്പോൾ നമുക്ക് ഈ പൊക്കവട ഉണ്ടാക്കാനുള്ളത് ഈ ഒരു പാത്രത്തേക്ക് അതും കൂടി ഒക്കെ മാവിലൊക്കെ മുക്കിയേക്കാം. ഒക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പൊക്കവടയ്ക്കുള്ള ഉള്ളി, വലിയ ഉള്ളി, ഒറ്റ ഉള്ളി, അത് ചെറുതാക്കി നുറുക്കിയെടുക്കാനുള്ളതാണ്. പിന്നെ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില. ഇപ്പോൾ ഏതായാലും നമ്മൾ 4 മണി പലഹാരം അത് ഏതായാലും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. ഞങ്ങൾക്ക് പിന്നെ 4 മണീൻ്റെ മുമ്പ് തന്നെ, അതായത് 3 മണി 3:15 കൂടി തന്നെ ആവും കഴിക്കൽ. ഉച്ചഭക്ഷണം നേരത്തെ അല്ലേ. ഇത് നേരെ മൈദമാവ് ലേശം ഉപ്പ് ഇട്ടിട്ട്, നമ്മൾ കുറഞ്ഞ ഉപ്പ് ഇട്ടുള്ളൂ, നല്ല തിക്കായിട്ട് തന്നെ അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച ആ ചേരുവകൾ നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ രണ്ടിനുള്ള ചേരുവകളെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചു. അപ്പം ഇനി ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ അതൊഴിക്കാം. ഇതാ നല്ല പോലെ ചൂടായ ശേഷം നമുക്ക് പഴംപൊരിക്കുള്ളത്, ചെറിയ പഴംപൊരിയാണ്.
അപ്പോൾ അത് ആദ്യത്തെ ട്രിപ്പ് അതിട്ടു. ഇവനെങ്ങനെ ഒട്ടി പിടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിന് വേറെ എടുത്തി കൊടുക്കാം. വീട്ടിലല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാ അത് മറിച്ചിട്ടൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കോരിയെടുക്കുകയാണ്. ഇത് ആകെ 8 എണ്ണമാണ്. ഇടയ്ക്ക് ഒരു 4 മണി പലഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്, അങ്ങനെ പതിവ്. രസമാണത്. അപ്പോൾ അത് കഴിഞ്ഞ് പഴംപൊരീൻ്റെ ഇനി ഇതാ നമുക്ക് പക്കോടേൻ്റെ അത് ഇട്ടുകൊടുക്കാം. അതും ഇതുപോലെ നല്ലപോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കത് 2 ഭാഗം ഒക്കെ മൂത്തോട്ടെ. അപ്പോൾ അത് കോരിയെടുക്കാം. വളരെ എളുപ്പമുള്ള, ഇപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ സൗകര്യത്തിന് ഉണ്ടാക്കാം, പാകത്തിന്. അപ്പം അങ്ങനെ ഇതൊന്നുമില്ല, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയ പഴംപൊരി ഇതാ പക്കോട ഉണ്ട്. ഇനി ഇതാ ബാക്കിയുള്ളതും അങ്ങനെ ഇട്ട് ഓരോന്നും കോരിയെടുക്കാം. അപ്പോൾ ഏതായാലും കഴിക്കേ അമ്മയ്ക്ക്. ഇന്ന് കട്ടൻ കാപ്പിയാണ്, പാല് വരാത്ത നല്ല കട്ടൻ കാപ്പി. അങ്ങനെയാണ് ഇപ്പം ഇന്ന് നമ്മളെ വൈകുന്നേരത്തെ ചായ പലഹാരം. ചായയും ചെറുകടിയും. പഴംപൊരി പിന്നെ നമ്മൾ പറ്റ ചെറുത്, അത് നമ്മളെ ചട്ടീൻ്റെ വലുപ്പത്തിനനുസരിച്ച് ആണ് ഉണ്ടാക്കിയത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.